ഇന്നത്തെ മുരളിയിൽ ബാപ്ദാദ ഉള്ളിലെ പഴയ സംസ്കാരങ്ങൾക്ക് സദാകാലത്തേക്ക് വിട നൽകുവാൻ പറയുന്നു. വരാൻ പോകുന്ന സാഹചര്യങ്ങളെ നേരിടുന്നതിനു വേണ്ടി സെക്കൻഡിൽ ബിന്ദുവാകുന്നത് അഭ്യസിക്കണം. ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കളുടെ മനസ്സ സേവനം ചെയ്യണം. ആത്മോന്നതിയുടെ അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബാപ്ദാദയുടെ മധുര മഹാവാക്യങ്ങൾ നമുക്ക് കേൾക്കാം. ഓം ശാന്തി. 12/7/26 പ്രഭാതമുരളി അവ്യക്ത ബാപ്ദാദ റിവൈസ് 31/12/10 മധുബൻ. പഴയ വർഷത്തിന് വിട നൽകുന്നതിനോടൊപ്പം പഴയ സംസ്കാരങ്ങൾക്കും വിട നൽകി നിർവിഘ്നം ആയിരിക്കുന്നതിൻ്റെ ദൃഢസങ്കല്പം എടുക്കൂ. ദയാഹൃദയരും മാസ്റ്റർ ദാതാവുമായി മനസ്സാ സേവനത്തിലൂടെ ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ആശ്രയം നൽകൂ. ഇന്ന് ബാപ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് നവവർഷത്തിൻ്റെയും നവലോകത്തിൻ്റെയും ആശംസകൾ നൽകുവാൻ സൂക്ഷ്മവതനത്തിൽ നിന്നും സ്ഥൂലവതനത്തിലേക്ക് ആശംസകൾ നൽകുവാൻ വന്നിരിക്കുന്നു. എല്ലാ കുട്ടികളും സ്നേഹത്തോടെ തങ്ങളുടെ വീടായ മധുബനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തുള്ളവരാണെങ്കിൽ കേവലം ന്യൂ ഇയർ ആഘോഷിക്കുന്നു. അത് ഒരു ദിവസത്തിൻ്റെതായിരിക്കും. കുട്ടികളായ നിങ്ങൾ പുതിയ ലോകത്തിൻ്റേത് സംഗമത്തിൽ സദാ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ പുതിയ ലോകം നയനങ്ങളിൽ സദാ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയാണ്. ഓർമ്മിക്കൂ, എത്തിച്ചേരൂ. കണ്ണുകളിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ സംഗമയുഗത്തിലാണ്. ഇന്ന് സംഗമത്തിലാണ്. നാളെ നമ്മുടെ രാജ്യത്തിൽ പോകാൻ പോകുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നു. ഇങ്ങനെ നയനങ്ങളിൽ സ്പഷ്ടമായി കാണപ്പെടുന്നു. ലോകത്തുള്ളവരാണെങ്കിൽ പരസ്പരം ഒരു ദിവസത്തെ ആശംസകൾ നൽകുന്നു. എന്നാൽ താങ്കൾക്ക് ബാപ്ദാദ ഗിഫ്റ്റായി നൽകിയിരിക്കുന്നത് ഗോൾഡൻ വേൾഡ് ആണ്. അത് ദീർഘകാലം തുടരുന്ന ഒന്നാണ്. ഒരു സെക്കൻഡിൽ എത്തിച്ചേരാൻ കഴിയും വിധം കണ്ണുകളിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയാണ്. താങ്കളുടെ മുന്നിൽ തൻ്റെ ഗോൾഡൻ ലോകം നയനങ്ങളിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. ഇന്ന് സംഗമത്തിലാണ്. നാളെ രാജ്യാധികാരിയായി രാജ്യം ഭരിക്കും. ഇപ്പോൾ സമയമനുസരിച്ച് ഇതറിയാം. പൂർവികരായ നിങ്ങളുടെ ഭക്തർ ദുഃഖിതരും അശാന്തരും ആയത് കാരണം പൂർവിക ആത്മാക്കളായ നിങ്ങളെ എത്രമാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ദുഃഖത്താലും അശാന്തിയിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ശബ്ദം കേൾക്കപ്പെടുന്നുണ്ടോ? നമുക്ക് ശാന്തി നൽകൂ, സുഖം നൽകൂ, സന്തോഷം തരൂ. ശബ്ദം കേൾക്കപ്പെടുന്നുണ്ടോ? തരൂ തരൂ എന്ന ശബ്ദം കേൾക്കപ്പെടുന്നുണ്ടോ? അതിനാൽ ഇപ്പോൾ ആത്മാക്കളായ നിങ്ങൾ ദയാഹൃദയരും മംഗളകാരിയായ ദാതാവിൻ്റെ കുട്ടികളുടെ രൂപത്തിലും ആത്മാക്കൾക്ക് മനസ്സാ സേവനത്തിലൂടെ നൽകുന്നതിൻ്റെ കാര്യം ചെയ്യണം. ബാപ്ദാദയ്ക്ക് ഈ ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കളുടെ മേൽ വളരെയധികം ദയവ് ഉണ്ടാകുന്നു. ചുമ വന്നു. ഇന്ന് ബ്രഹ്മബാബയ്ക്ക് ചുമ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ആത്മാക്കളുടെ മേൽ ദയവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ വർഷത്തിൽ, കാരണം ഇന്നത്തെ ദിവസം പുതിയ വർഷം വരികയുമാണ്, പഴയ വർഷം പോകാൻ പോവുകയുമാണ്. അപ്പോൾ പോകാൻ പോകുന്ന വർഷത്തിൽ താങ്കൾ എന്ത് പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വർഷം കടന്നു പോകും. എന്നാൽ നിങ്ങളെല്ലാവരും തനിക്ക് വേണ്ടി വർഷത്തോടൊപ്പം എന്തിന് വിട നൽകും?
ഏതുപോലെ വർഷം വിട പറയുമോ അതുപോലെ താങ്കൾ തൻ്റെ ജീവിതത്തിൽ എന്തിന് വിട നൽകും? പുതിയതായി എന്തു നിറയ്ക്കും? സദാകാലത്തേക്ക് വിട നൽകുമോ അതോ കുറച്ച് സമയത്തേക്കാണോ? കാരണം ബാബ്ദാദ സൂചന നൽകിയിട്ടുണ്ട്, ഇപ്പോൾ വരെയും ഏതൊരു പഴയ സംസ്കാരമാണോ അവശേഷിക്കുന്നത് ആ സംസ്കാരങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സമാപ്തം ആക്കുക തന്നെ വേണം. ബാപ്ദാദയ്ക്ക് ഈ പഴയ സംസ്കാരം പുരുഷാർത്ഥത്തിൽ വിഘ്നരൂപമായി കാണപ്പെടുന്നു. കുട്ടികൾ ഒരു ഭാഗത്ത് പറയുന്നു, ബാബ തന്നെയാണ് എൻ്റെ ലോകം. പിന്നെ പഴയ സംസ്കാരം എവിടെ നിന്ന് വന്നു? ലോകം തന്നെ ബാബയാണെങ്കിൽ പുരുഷാർത്ഥത്തിൽ വിഘ്നം ഇടുന്ന ഈ പഴയ സംസ്കാരങ്ങൾ ഇല്ലാതാകേണ്ടതാണല്ലോ. അമൃതവേളയിൽ എപ്പോഴാണോ എല്ലാവരും ആത്മീയ സംഭാഷണം നടത്തുന്നത്, അപ്പോൾ ബാബ കണ്ടു എല്ലാവരും തൻ്റെ കണക്കുകൾ നൽകുന്നു. ഇപ്പോൾ വരെയും പഴയ സംസ്കാരം തന്നെയാണ് പുരുഷാർത്ഥത്തെ അയഞ്ഞത് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വർഷത്തിന് വിട നൽകുമ്പോൾ ഈ സംസ്കാരങ്ങൾക്കും വിട നൽകുവാൻ സാധിക്കുമോ? സാധിക്കുമോ? കൈ ഉയർത്തൂ. നൽകേണ്ടി വരും. കൈ ഉയർത്തുന്നത് വളരെ സഹജമാണ്. എന്നാൽ മനസ്സിൻ്റെ കൈ ഉയർത്തണം. ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സംസ്കാരങ്ങൾക്ക് സദാകാലത്തേക്ക് വിട നൽകുന്നതിന് വേണ്ടിയാണ് കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഉയർത്തൂ. ശരി, മെജോറിറ്റി കുട്ടികളും കൈ ഉയർത്തി ബാബ്ദാദയെ സന്തോഷിപ്പിച്ചു. ബാബ്ദാദയ്ക്ക് ഈ സന്തോഷമുണ്ട്. ധൈര്യമുള്ള കുട്ടികളാണ്. എവിടെ ധൈര്യമുണ്ടോ അവിടെ ബാബ്ദാദയുടെ സദാ സഹയോഗം ഉണ്ട്. ഇപ്പോൾ കൈ ഉയർത്തി എന്നിരിക്കെ ബാബയുടെ ഓരോ ചെറുതും വലുതുമായ സ്ഥാനം സദാകാലത്തേക്ക് നിർവിഘ്നം ആയി കഴിഞ്ഞുവല്ലോ. കാരണം ബാബ്ദാദയുടെ അടുക്കൽ ഏതൊരു റിസൾട്ടാണോ വരുന്നത് അതിൻ്റെ കാരണം പഴയ സംസ്കാരമാണ്. അപ്പോൾ ഇന്ന് സംസ്കാരത്തെ സങ്കല്പത്തിൽ നിന്നും സമാപ്തമാക്കി, അതായത് നിർവിഘ്ന ഭവ, ഈ വരദാനം നേടിയോ? വരദാനം നേടിയോ? ധൈര്യത്തിനുള്ള ഫലം ലഭിക്കുമല്ലോ. ബാബ്ദാദയുടെ ഈ വരദാനം ലഭിച്ചിട്ടുണ്ട്. ഒരു ചുവട് കുട്ടികളുടെ ധൈര്യത്തിൻ്റേത്, അനേകം ചുവട് ബാബയുടെ സഹായത്തിൻ്റേത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സങ്കല്പം ഇന്നു മുതൽ ഓർമ്മ വയ്ക്കണം. നമ്മൾ പഴയ സംസ്കാരം നൽകി കഴിഞ്ഞു. അഥവാ താങ്കളുടെ അടുക്കൽ തിരികെ വരികയാണെങ്കിൽ എന്തു ചെയ്യും? തിരികെ നൽകിയ വസ്തു തൻ്റെ പക്കൽ വയ്ക്കാറില്ല. കാരണം നൽകിക്കഴിഞ്ഞു എന്നാൽ എൻ്റേതല്ല എന്നർത്ഥം. എൻ്റേതല്ല എന്നിരിക്കെ തൻ്റെ പക്കൽ എങ്ങനെ വയ്ക്കാൻ സാധിക്കും? ബാബയ്ക്ക് നൽകി. ബാബയ്ക്ക് തന്നെ നൽകുമല്ലോ, ഉറപ്പാണല്ലോ. നൽകിയല്ലോ, ഉറപ്പാണോ? ഇപ്പോൾ രണ്ട് കൈകളും ഉയർത്തൂ. ഉറപ്പാണ്. പിന്നിലുള്ളവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ബാബ്ദാദയ്ക്ക് ഈ സന്തോഷമുണ്ട്. കലിയുഗത്തിൽ കഴിയുമ്പോഴും ബാബയിലൂടെ ഏതൊരു പ്രാപ്തി ഉണ്ടായോ അതിൻ്റെ അനുഭവം ഇപ്പോൾ സംഗമത്തിൽ ചെയ്യും. ലോകത്തെ സംബന്ധിച്ച് കലിയുഗമാണ്, എന്നാൽ താങ്കളെ സംബന്ധിച്ച് സംഗമയുഗമാണ്. അതായത് സർവ പ്രാപ്തികളുടെയും യുഗമാണ്. പരമാത്മാ പ്രാപ്തികൾ, സർവശക്തികൾ, സർവ ഗുണങ്ങൾ, സർവ ജ്ഞാനത്തിൻ്റെ ഖജനാവ് തുടങ്ങി എന്താണോ പ്രാപ്തം ആയിരിക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ അനുഭവം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ആരെല്ലാമാണോ കൈ ഉയർത്തിയത് ആ എല്ലാ കുട്ടികളും, ഇവിടെ മുന്നിലിരിക്കുന്നവർ ആയാലും ദേശവിദേശങ്ങളിൽ ദൂരെ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരായാലും
ആ എല്ലാ കുട്ടികൾക്കും വളരെയധികം ഹൃദയപൂർവ്വം ബാപ്ദാദ എന്താണ് നൽകുന്നത്? ആശംസകൾ നൽകുന്നുണ്ട്. എന്നാൽ ആശംസയോടൊപ്പം എല്ലാവരുടെയും മസ്തകത്തിൻ്റെ മേൽ കൈ വയ്ക്കുകയാണ്. താങ്കളും ബാപ്ദാദയും മനസ്സിൻ്റെ ഉള്ളിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഹ് ബച്ചേ വാഹ്, ആഹാ കുട്ടികളെ ആഹാ. ഇപ്പോൾ താങ്കളും മനസ്സിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഹാൻജി അതെ എന്ന് പറയൂ. ഇപ്പോൾ ടീച്ചേഴ്സ് നോക്കണം. ടീച്ചേഴ്സായ ആരെല്ലാമുണ്ടോ അവർ കൈ ഉയർത്തൂ. ഫോറിനിലെ ടീച്ചേഴ്സും ഉണ്ടല്ലോ. ബാപ്ദാദയ്ക്ക് ഓരോ കുട്ടിയുടെയും ഈ ദൃഢസങ്കല്പം കേട്ട് സന്തോഷമുണ്ട്. ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവും ആകുന്നതിൻ്റെ ഏതൊരു ലക്ഷ്യമാണോ കുട്ടികൾ വച്ചിരിക്കുന്നത്, അതിൽ നിർവിഘ്നം ആയിരിക്കുന്നതിൻ്റെ ദൃഢസങ്കല്പം സമ്പന്നതയുടെ സമയത്തെയും സമീപം കൊണ്ടുവരും. ബാപ്ദാദയ്ക്ക് ഈ ഒരു സന്തോഷവുമുണ്ട്. എല്ലാ കുട്ടികളും ഏതൊരു സങ്കല്പമാണോ എടുത്തത് അത് സമ്പന്നമാക്കും. ആരാണോ ലോകത്തുള്ള ദുഃഖിതരായവർ, അശാന്തരായവർ, അവരുടെ മനസ്സാ സേവനം ചെയ്ത് അവർക്കും എന്തെങ്കിലുമൊക്കെ ആശ്രയം നൽകിക്കൊണ്ടിരിക്കും. കാരണം ബാപ്ദാദയ്ക്ക് കുട്ടികൾ വിളിക്കുന്നതും നിലവിളിക്കുന്നതും സഹിക്കുവാനാകില്ല. താങ്കളുടെയും പരിവാരമാണല്ലോ. ദുഃഖവും അശാന്തിയും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദയാഹൃദയരാകൂ. അതിനോടൊപ്പം ഈ സങ്കല്പവും എടുക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും വിശേഷിച്ച് അമൃതവേളയിലും ആത്മാക്കളുടെ മനസ്സാ സേവനവും തീർച്ചയായും ചെയ്യും. ഈ സങ്കല്പം എടുക്കാൻ സാധിക്കുമോ? ഏതുപോലെ സദാകാലത്തേക്ക് പഴയ സംസ്കാരങ്ങളെ സമാപ്തമാക്കും എന്ന സങ്കല്പം എടുത്തു. സദാകാലത്തേക്ക് വേണ്ടി എടുത്തുവല്ലോ, കുറച്ചു സമയത്തേക്ക് വേണ്ടി അല്ലല്ലോ. അപ്പോൾ ഏതുപോലെ സംസ്കാരത്തെ സമാപ്തമാക്കി ബാബയ്ക്ക് സമാനം ആകുമോ? അതേപോലെ ദാതാവിൻ്റെ കുട്ടികളായി മാസ്റ്റർ ദാതാ സ്വരൂപത്തിലൂടെ മനസ്സ സേവനവും ചെയ്യണം. ഇതിനുവേണ്ടി തയ്യാറാണോ? മനസ്സാ സേവനം ചെയ്യുന്നതിനായി തയ്യാറാണോ? കൈ ഉയർത്തൂ. മനസ്സാ സേവനവും ചെയ്യുമോ? മുഴുവൻ ദിവസത്തിലും എപ്പോഴെല്ലാം ടൈം ലഭിക്കുമോ അതിൽ മനസ്സാ സേവനം തീർച്ചയായും ചെയ്യണം. കാരണം കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് സുഖമായ ലോകം കൊണ്ടുവരേണ്ടത്. ബാബ കുട്ടികളായ നിങ്ങളെ ഈ സേവനത്തിനു വേണ്ടി റൈറ്റ് ഹാൻഡ് ആക്കിയിരിക്കുകയാണ്. കൈകളിലൂടെയാണല്ലോ നൽകാറുള്ളത്. അപ്പോൾ താങ്കൾ ബാബയുടെ റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ബാപ്ദാദ റൈറ്റ് ഹാൻഡായ നിങ്ങളിലൂടെ, അതായത് കൈകളിലൂടെ എല്ലാവർക്കും ഈ സേവനം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ടിരിക്കൂ. തരൂ തരൂ എന്ന് അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ ദുഃഖിതർക്ക് സുഖം നൽകി, വിഷമിക്കുന്നവർക്ക് അല്പം ശക്തി നൽകി പുണ്യത്തിൻ്റെ കാര്യം ചെയ്യൂ. ഇപ്പോൾ സ്വയം തന്നെ തിരിച്ചറിഞ്ഞ, ബാബയെ അറിഞ്ഞ, സമ്പത്തിൻ്റെ അധികാരിയായ കുട്ടികളായ നിങ്ങൾ മറ്റുള്ളവരെയും ആക്കി മാറ്റൂ. കാരണം ഇപ്പോൾ എല്ലാവരും മുക്തി ആഗ്രഹിക്കുന്നു. സർവരെയും മുക്തിയിലേക്ക് അയച്ച് താങ്കൾ ബാബയുടെ വരദാനത്തിലൂടെ രാജ്യ അധികാരിയായി മാറും. അതിനാൽ ബാബ ഓരോ കുട്ടിക്കും ഈ ഒരു സങ്കല്പം നൽകുകയാണ്. നിർവിഘ്ന ഭവ, സേവാധാരി ഭവ. ഏത് കുട്ടികളാണോ ബാബയുടേതായി മാറിയത് ആ കുട്ടികൾക്ക് സംഗമയുഗി ബ്രാഹ്മണ ജീവിതത്തിൻ്റെ രസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയതായി വന്നവരായാലും പഴയവരായാലും ആരാണോ സ്വയം ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയായി മനസ്സിലാക്കുന്നത്, അതീന്ദ്രിയ സുഖത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്, ഭാവിയിലേക്കും ഏതൊരു സങ്കല്പമാണോ എടുത്തത്, സംസ്കാരങ്ങളുടെ മേൽ വിജയി ആകുന്നതിൻ്റെ സങ്കല്പം എടുത്തത്, ആ എല്ലാ ആത്മാക്കളും കോടിയിൽ ചിലർ ആയിരിക്കുകയാണോ അതോ ചിലരിലും ചിലർ ആയിരിക്കുകയാണോ? പുത്രിയായ ജനക് ജാനകി ദാദി പറഞ്ഞുവല്ലോ, 108 മാലയും 16,000 മാലയുമായി വിശേഷിച്ച് കൂടിക്കാഴ്ച നടത്തണം എന്ന്. അപ്പോൾ നമ്മൾ 16,000-ൻ്റെയോ 108-ൻ്റെയോ മാലയിൽ വരാൻ പോകുന്നവർ തന്നെയാണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. പുതിയവരും ഉയർത്തുകയാണ്. ആശംസകൾ. നിശ്ചയബുദ്ധിയുള്ളവർ വിജയി ആകുന്നു. ബാപ്ദാദയും അറിയുന്നുണ്ട്, ആരാണോ നിശ്ചയബുദ്ധി അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും, പോകും. ശരി. ആരാണോ ആദ്യമായി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ബാപ്ദാദ നിങ്ങൾക്ക് ആശംസകൾ നൽകുകയാണ്. ഏതൊരു നിശ്ചയം എടുത്തുവോ അതിനെ അമൃതവേളയിൽ സദാ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ശരി. ബാപ്ദാദയ്ക്ക് കുട്ടികളെ കണ്ട് സന്തോഷം ഉണ്ടാകുന്നു. സമയം ടു ലേറ്റ് ആകുന്നതിന് മുമ്പേ തൻ്റെ സമ്പത്തിൻ്റെ അധികാരി ആയി മാറി. അതിനാൽ ഇവിടെ വന്നിരിക്കുന്ന സർവ പരിവാരത്തിൻ്റെയും ഭാഗത്തു നിന്നും അഥവാ അവരവരുടെ സെൻറ്റേഴ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഭാഗത്തു നിന്നും ബാപ്ദാദ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നൽകുകയാണ്. ഇപ്പോൾ താങ്കൾ ഒരു അതിശയം ചെയ്യണം. ധൈര്യമുണ്ടോ? പറയൂ, ധൈര്യമുണ്ടോ? താങ്കൾ ആദ്യമേ തന്നെ നിർവിഘ്നം ആയിരിക്കണം. നിശ്ചയത്തിലും ലഹരിയിലും നമ്പർ 1 ആയി പോകണം. ബാപ്ദാദയ്ക്ക് സന്തോഷമുണ്ടാകുന്നു. പഴയവർ തന്നെയാണ്. എന്നാൽ പുതിയവർ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശയം കാണിക്കും. ശരി. ഇപ്പോൾ ബാപ്ദാദ പുതിയവർക്കായാലും പഴയവർക്കായാലും എല്ലാവർക്കും 1 സെക്കൻഡിൻ്റെ കാര്യം നൽകുന്നു. എല്ലാവർക്കും ഇപ്പോൾ 1 സെക്കൻഡിൽ സ്വയം തന്നെ മറ്റെല്ലാ സങ്കല്പങ്ങളിൽ നിന്നും ദൂരെയാക്കി 1 സെക്കൻഡിൽ സ്വയം തന്നെ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുവാൻ സാധിക്കുമോ? ചെയ്യുമോ? 1 സെക്കൻഡിൽ ഞാൻ ബിന്ദുവാണ്. ഒരു സങ്കല്പവും ഇല്ല, ബിന്ദുവാണ്. ഡ്രിൽ ചെയ്യിച്ചു. ആരാണോ സെക്കൻഡിൽ സ്വയം ബിന്ദുവിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അവർ കൈ ഉയർത്തു. സെക്കൻഡിൽ ചെയ്തുവോ? ശരി. ഇപ്പോൾ ഈ പ്രാക്ടീസ് 15 ദിവസം മുഴുവൻ ദിവസത്തിലും 1 മണിക്കൂറിൽ 1 സെക്കൻഡിൽ ബിന്ദുവിടൂ. ഈ പ്രാക്ടീസ് ഓരോരുത്തരും ചെയ്യണം. അവിടെയുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ, തൻ്റെ കാര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ചെക്ക് ചെയ്യണം, 1 സെക്കൻഡിൽ ബിന്ദു രൂപം ആകുന്നതിൽ സഫലത ലഭിച്ചുവോ എന്ന്. കാരണം ഇവിടെയാണെങ്കിൽ വായുമണ്ഡലവും ഉണ്ട്. എന്നാൽ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ സെക്കൻഡിൽ ബിന്ദു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ അഭ്യാസം ചെയ്യണം. കാരണം ബാപ്ദാദ പറഞ്ഞു തന്നിട്ടുണ്ട്, എത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമോ അത്രയും തന്നെ ഈ 1 സെക്കൻഡിൽ ബിന്ദുവിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഉണ്ടാകും. അതിനാൽ സ്വയം തന്നെ ചെക്ക് ചെയ്യണം. അവരവരുടെ സ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ടീച്ചറിന് എഴുതി നൽകണം. എവിടെയുള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാ ക്ലാസ്സസിലും ഉള്ളവർക്ക് വേണ്ടിയുള്ള
ഹോംവർക്കാണിത്. പിന്നീട് ടീച്ചേഴ്സിലൂടെ ഇതിൻ്റെ റിസൾട്ട് ബാബ് ദാദയുടെ അടുക്കൽ വരും. അപ്പോൾ നോക്കും, ഇതിലൂടെ അറിയാൻ കഴിയും താങ്കൾ 108ലോ 16,000ൻ്റെയോ മാലയുടെ അധികാരിയാണോ എന്ന്. സെക്കൻഡിൽ ദിവസേനയുള്ള ദിനചര്യയിൽ എത്ര സമയം സഫലമായി, അതിലൂടെ അറിയാൻ കഴിയും താങ്കൾ ഏതിന് യോഗ്യമാണെന്ന്. കാരണം പ്രാക്ടിക്കൽ ധാരണയിൽ ഞാൻ 108ലോ 16,000ലെയോ മാലയിൽ വരും എന്ന് ആരാണോ സ്വയം മനസ്സിലാക്കുന്നത് എന്ന് ഇപ്പോൾ കൈ ഉയർത്തിക്കുകയാണെങ്കിൽ എല്ലാവരും ഉയർത്തും. അതിനാൽ താങ്കൾ കേവലം റിസൾട്ട് എഴുതണം, അതിലൂടെ മനസ്സിലാക്കും. കാരണം ദാദിമാർ പേരുകൾ നൽകുമ്പോൾ നമുക്കും വരാൻ സാധിക്കും എന്ന് ചിലർ കരുതുന്നുണ്ടാകും. അപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ അറിയുവാൻ കഴിയും. ബാബ് ദാദ ചോദിക്കുകയാണ്, സദാ സെക്കൻഡിൽ ഏത് രൂപം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സാധിക്കുമോ? സെക്കൻഡിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന 5 സ്വരൂപങ്ങൾ ഏതാണോ അതും എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ സെക്കൻഡിൽ ആ സ്വരൂപം ആകുവാൻ സാധിക്കുമോ? ഈ പ്രാക്ടീസ് ചെയ്ത് സ്വയം തനിക്ക് മനസ്സിലാകണം, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ സ്ഥിതിയിൽ സെക്കൻഡിൽ ഇരിക്കുവാൻ സാധിക്കുന്നുണ്ടോ അതോ സമയം എടുക്കുന്നുണ്ടോ എന്ന്. ബാക്കി ബാബ് ദാദ സന്തുഷ്ടമാണ്. കൈ ഉയർത്തുന്നതിൽ മെജോറിറ്റിയും കൈ ഉയർത്തുന്നു. ഇപ്പോൾ ഈ കൈ ഉയർത്തിയിരിക്കുകയാണ്. എന്നാൽ അഭ്യാസം ചെയ്ത് ചെയ്ത് ഇത് ഇങ്ങനെയായി മാറും. അതായത് ഏതുപോലെയാണോ ഇപ്പോൾ ദ്വാപര കലിയുഗത്തിൻ്റെ അഭ്യാസം കാരണം ദേഹാഭിമാനത്തിൽ വരുന്നത് നാച്ചുറൽ ആയി കഴിഞ്ഞുവോ അതേപോലെ ഏത് സ്വരൂപത്തിലും സ്ഥിതി ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അത് അതേപോലെ തന്നെ ഈസിയായി മാറണം. കാരണം ഇങ്ങനെയുള്ള സമയം വരാൻ പോകുന്നു. അതിൽ താങ്കൾക്ക് ഈ അഭ്യാസത്തിൻ്റെ ആവശ്യകത ഉണ്ടാകും. അപ്പോൾ ഈ അഭ്യാസം ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ ആയിരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കൂ. റിസൾട്ട് തൻ്റെ നിമിത്ത ടീച്ചേഴ്സിന് നൽകിക്കൊണ്ടിരിക്കൂ. അപ്പോൾ ഈ വർഷത്തിൻ്റെ സമാപ്തിയിൽ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. സ്വയമേ ചെയ്യൂ. തൻ്റെ ടീച്ചറും താങ്കൾ ആകൂ. എന്നാൽ റിസൾട്ട് കാണിക്കുന്നതിനായി തൻ്റെ ചാർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും. കൈ എവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അവിടെ നിർത്താൻ സാധിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അനുഭവം ചെയ്യൂ. ഇതേപോലെ മനസ്സിനെ ഏത് സ്ഥിതിയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവോ ആ സ്ഥിതിയിൽ നിലനിൽക്കണം. മഹാമന്ത്രവും സ്മാരകത്തിൽ മന്മനാഭവ എന്നതാണ്. മനസ്സിൻ്റെ ഡ്രിൽ. ഇതിൽ സഫലത എത്രയുണ്ട് അത് സ്വയം തന്നെ അനുഭവിക്കൂ. ബാബ് ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോരോ കുട്ടിയും ഇപ്പോൾ സംഗമയുഗത്തിലെ സുഖത്തിൻ്റെയും സംഗമയുഗത്തിലെ പ്രാപ്തികളുടെയും ഓരോ പ്രാപ്തിയുടെയും അനുഭവി ആകണം. സ്വയം തന്നെ ചെക്ക് ചെയ്യണം. ഓരോ പ്രാപ്തിയും ഓരോ ശക്തിയും ഓരോ ജ്ഞാനത്തിൻ്റെ രഹസ്യത്തെയും യോഗത്തിൻ്റെ ഓരോ വിധിയെയും ധാരണ ചെയ്യുന്നതിലും ഓരോ ധാരണയിൽ അനുഭവി ആയി മാറിയോ? തൻ്റെ മുഴുവൻ ചെക്കിങ്ങും ചെയ്തുകൊണ്ടിരിക്കൂ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. അപ്പോൾ ഇന്ന് ബാബ് ദാദ ചെക്കിങ്ങും പ്രാപ്തിയും ഇതിനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പറയുകയാണ്. ഏതെങ്കിലും പ്രാപ്തിയിൽ കുറവുണ്ടായെങ്കിൽ ഡ്രാമയനുസരിച്ച് പരീക്ഷകളും സമയമനുസരിച്ച് അത് തന്നെ വരും. അതിനാൽ എല്ലാ സബ്ജക്റ്റിലും
സമ്പന്നതയുടെയും സമ്പൂർണതയുടെയും ചെക്കിംഗ് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. ഇന്നത്തെ ദിവസം ബാബ് ദാദ നിങ്ങളേവരുടെയും സാധാരണ സ്വരൂപത്തിലും താങ്കളുടെ ഭാവിയിലെ രൂപം, പ്രാപ്തികളുടെ രൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, എല്ലാ ഭാഗത്തുമുള്ള സിഖിലതയും ബാബ് ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരും ബാബ് ദാദയുടെ ആജ്ഞാനുവർത്തിയും ആജ്ഞാകാരിയും തീവ്ര പുരുഷാർത്ഥിയുമായ കുട്ടികൾക്ക് ബാബ് ദാദയുടെ വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ബാബ് ദാദയുടെ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ബാബ് ദാദയ്ക്കും കുട്ടികളെ കണ്ട് സന്തോഷമുണ്ടാകുന്നു. ആഹാ, 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 എൻ്റെ കുട്ടികളെ ആഹാ. മുഴുവൻ വർഷവും നിർവിഘ്നവും പ്രസന്നവും ആയിരിക്കണം. തൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും എല്ലാവരെയും സന്തോഷവും പുഞ്ചിരിയും പഠിപ്പിക്കണം. സദാ പറക്കണം, പറപ്പിക്കുകയും വേണം. നടക്കുകയല്ല, പറക്കണം. പറക്കുന്ന കല സർവർക്കും പ്രിയമാണ്. അപ്പോൾ പറന്ന് പറന്ന് സന്ദേശം നൽകണം. എല്ലാവരും താങ്കളെ കണ്ട് സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ ആടാൻ തുടങ്ങണം. ഹാപ്പി 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 ന്യൂ ഇയർ. ശരി, ഓം ശാന്തി. വരദാനം: ഈശ്വരീയ ഭാഗ്യത്താൽ ലൈറ്റിൻ്റെ ക്രൗൺ പ്രാപ്തമാക്കുന്ന സർവപ്രാപ്തി സ്വരൂപമായി ഭവിക്കട്ടെ. ലോകത്തിൽ ഭാഗ്യത്തിൻ്റെ അടയാളം രാജപദവിയാണ്. രാജപദത്തിൻ്റെ അടയാളം കിരീടമാണ്. ഇതേപോലെ ഈശ്വരീയ ഭാഗ്യത്തിൻ്റെ അടയാളം ലൈറ്റിൻ്റെ കിരീടമാണ്. ഈ ക്രൗണിൻ്റെ പ്രാപ്തിയുടെ ആധാരമാണ് പ്യൂരിറ്റി. സമ്പൂർണ്ണ പവിത്ര ആത്മാക്കൾ ലൈറ്റിൻ്റെ കിരീടധാരി ആകുന്നതോടൊപ്പം സർവ പ്രാപ്തികൾ കൊണ്ടും സമ്പന്നം ആയിരിക്കും. അഥവാ ഏതെങ്കിലും പ്രാപ്തിയുടെ കുറവുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ക്രൗൺ സ്പഷ്ടമായി കാണപ്പെടുകയില്ല. സ്ലോഗൻ: തൻ്റെ ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർ തന്നെയാണ് മനസ്സ മഹാദാനി. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ഇപ്പോൾ നല്ലത് നല്ലത് എന്ന് പറയുന്നുണ്ട്, പക്ഷേ നല്ലവരായി മാറണം എന്ന പ്രേരണ ലഭിക്കുന്നില്ല. അതിനുള്ള ഒരേ ഒരു ഉപാധിയാണ് സംഘടിത രൂപത്തിൽ ജ്വാലാസ്വരൂപം ആകൂ. ഓരോരുത്തരും ചൈതന്യ ലൈറ്റ് ഹൗസ് ആകൂ. സേവാധാരിയാണ്, സ്നേഹിയാണ്, ഒരു ബലവും ഒരു വിശ്വാസവും ഉള്ളവരാണ്. ഇതൊക്കെ ശരി തന്നെ. എന്നാൽ മാസ്റ്റർ സർവശക്തിവാന്റെ സ്റ്റേജിൽ വരണം. അപ്പോൾ എല്ലാവരും താങ്കളുടെ മുന്നിൽ ശലഭങ്ങളെ പോലെ ചുറ്റിക്കറങ്ങുവാൻ തുടങ്ങും. ഓം ശാന്തി. सुगंध फैलाए ऐसी वो खड़िया थी जब अव्यक्त हुए ब्रह्मा बाबा। गगन ने फूल बरसाए, चमन ने सुगंध फैलाए।
सुगंध फैला।